Good morning, dear students. Welcome to the today's class. In the previous class, we have discussed the chapter The Price of Flowers. I think you might have read it well. Today, let us continue our lesson. All of you take your textbook at the page number 55. Let us begin from the fourth line. We had reached a narrow doorway. Maggie took a thin latchkey out of her pocket and opened the door. She entered and said, "Please come in." When I was inside, Maggie closed the door. She went to the foot of the stairs and, raising her voice a little, called, "Mother, where are you?" വി റീച്ച്ഡ് എ നാരോ ഡോർവേ. ഞങ്ങളൊരു ഇടുങ്ങിയ ഒരു സ്ഥലത്തെത്തി. ചെറിയ ഒരു താക്കോൽ കൊണ്ട് മാഗി വാതിൽ തുറന്നു. ഷീ എൻറ്റേർഡ് ആൻഡ് സെഡ്, "പ്ലീസ് കം ഇൻ." അവൾ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. വെൻ ഐ വാസ് ഇൻസൈഡ്, മാഗി ക്ലോസ് ദ ഡോർ. ഞാൻ അകത്തേക്ക് കടന്നപ്പോൾ അവൾ വാതിലടച്ചു. ഷീ വെൻറ്റ് ടു ദ ഫൂട്ട് ഓഫ് ദ സ്റ്റെയർസ്, റൈസിങ് ഹെർ വോയിസ് എ ലിറ്റിൽ, കോൾഡ്, "മദർ, വെർ ആർ യു?" കുറച്ച് താഴേക്ക് ചെന്ന് അവൾ അമ്മയെ വിളിച്ച് എവിടെയാണെന്ന് ചോദിച്ചു. "I am in the kitchen, child," the answer came from below. "Come down." താഴെ അടുക്കളയിലാണെന്ന് അമ്മ മറുപടി പറയുകയും അടുക്കളയിലേക്ക് ചെല്ലാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. It is necessary to explain here the London streets are above ground. Kitchens are often below the street level. ലണ്ടനിലെ വഴികളെല്ലാം വീടുകളുടെ തറയിൽ നിന്നും ഒരുപാട് മുകളിലാണ്. പാതയുടെ ഉപരിതലത്തിൽ നിന്നും താഴെയായിരിക്കും മിക്കവാറും അടുക്കളകൾ ഉണ്ടായിരിക്കുന്നത്. മാഗി ലുക്ക്ഡ് അറ്റ് മീ ക്വസ്റ്റ്യനിങ്ലി. "ഡു യു മൈൻഡ്?" മാഗി എന്നോട് ഒരു ചോദ്യഭാവത്തിൽ ചോദിക്കുകയാണ്. "ല്ലേ, താഴേക്ക് അവളുടെ കൂടെ ചെല്ലാമോ?" "നോട്ട് ഇൻ ദ ലീസ്റ്റ്. കം ഓൺ," ഐ സെഡ്. ഞാനത് സമ്മതിക്കുകയും ഒരുമിച്ച് താഴേക്ക് പോവുകയും ചെയ്തു. ടുഗദർ വി ഡിസെൻഡ് ദ സ്റ്റെയർസ് ടു ദ കിച്ചൺ. ഞങ്ങൾ ഒരുമിച്ച് താഴേക്ക് ഇറങ്ങി. അവൾ അവളുടെ അമ്മയോടായി പറയുകയാണ്. "മദർ," സെഡ് മാഗി ഫ്രം ദ ഡോർവേ, "ആൻ ഇന്ത്യൻ ജെന്റിൽമാൻ ഹാസ് കം ടു സീ യു." ഒരു ഇന്ത്യക്കാരൻ അമ്മയെ കാണാനായി വന്നിരിക്കുന്നതായി അവൾ അമ്മയോട് പറഞ്ഞു. "വെർ ഈസ് ഹി?" ദ ഓൾഡ് വുമൺ ആസ്ക്ഡ് ഈഗർലി. എവിടെയാണ് അദ്ദേഹം എന്ന് അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. വിത്ത് എ സ്മൈൽ ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദ കിച്ചൺ ബിഹൈൻഡ് മാഗി. ഒരു പുഞ്ചിരിയോടുകൂടെ അടുക്കളയിലേക്ക് ഞാൻ ഇറങ്ങി. ഷീ ഇൻട്രൊഡ്യൂസസ് അസ്. അവൾ അമ്മയെയും എന്നെയും പരിചയപ്പെടുത്തി. "ദിസ് ഈസ് മിസ്റ്റർ ഗുപ്ത, മദർ." "അമ്മേ, ഇതാണ് മിസ്റ്റർ ഗുപ്ത," ഷി സെഡ്. "മിസ്റ്റർ ഗുപ്ത, ദിസ് ഈസ് മൈ മദർ." "മിസ്റ്റർ ഗുപ്ത, ഇതാണ് എൻ്റെ അമ്മ." "ഹൗ ഡു യു ഡു?" ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. സുഖമല്ലേ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. "എക്സ്ക്യൂസ് മീ, മൈ ഹാൻഡ്സ്," ഷീ സെഡ്, ഹോൾഡിംഗ് ദം ഔട്ട് ഫോർ മീ ടു സീ. അല്ലേ, അവരുടെ കൈ പിടിക്കാനാഞ്ഞപ്പോൾ അവർ പറഞ്ഞു, "ക്ഷമിക്കണം." അവരുടെ കൈ എനിക്ക് കാണിച്ചു തന്നു. കാരണം കയ്യിൽ നിറയെ ഗോതമ്പ് പൊടിയായിരുന്നു. "ദേ വേർ കവേർഡ് വിത്ത് ഫ്ലവർ." "ടുഡേ ഈസ് സാറ്റർഡേ," ഷീ എക്സ്പ്ലെയിൻഡ്. ഇന്ന് ശനിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് "ഐ ആം മേക്കിംഗ് കേക്ക്സ്." ഞാൻ കേക്കുകൾ ഉണ്ടാക്കുകയായിരുന്നു. "പീപ്പിൾ വിൽ കം ടു ബൈ ദം ഫ്രം ദിസ് ഈവനിങ്." ഇന്ന് വൈകുന്നേരങ്ങളിൽ ഇത് വാങ്ങിക്കാനായി ധാരാളം ആളുകൾ അങ്ങോട്ട് വരും. "ദേ വിൽ ബി സോൾഡ് ഓൺ ദ സ്ട്രീറ്റ് നൈറ്റ്." അതുപോലെ തന്നെ ഇത് ഇന്ന് രാത്രി സ്ട്രീറ്റിൽ കൊണ്ടുപോയി വിൽക്കാനും സാധിക്കും. "ദിസ് ഈസ് ദ വേ വി മേക്ക് അവർ ലിവിങ്. ലോഡ്സ് ഓഫ് ട്രബിൾ." ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോയിരുന്നത്. തികച്ചും ദുരിതപൂർണമായ ഒരു ജീവിതമായിരുന്നു അത്. ലോഡ്സ് ഓഫ് ട്രബിൾ. സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ ദ പുവർ നൈബർഹുഡ്. പാവപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ശനിയാഴ്ചകൾ ആഘോഷത്തിനുള്ള സമയമാണ്. ആൾ സോർട്സ് ഓഫ് തിങ്സ് ആർ സോൾഡ് ഫ്രം കൗണ്ട്ലെസ് ലൈറ്റഡ് പുഷ് കാർട്ട്സ്. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഒരുപാട് ഉന്തുവണ്ടികളിൽ, ലൈറ്റുകളൊക്കെ തെളിയിച്ച ഉന്തുവണ്ടികളിൽ ശനിയാഴ്ച രാത്രി വിൽക്കപ്പെടും.
ദ സ്ട്രീറ്റ് ആർ മോർ ക്രൗഡഡ് ദാൻ ഓൺ എനി അതർ ഡേ. മറ്റു ദിവസങ്ങളേക്കാൾ കൂടുതൽ ശനിയാഴ്ച സ്ട്രീറ്റിൽ ഭയങ്കര തിരക്കായിരിക്കും. സാറ്റർഡേ ഈസ് ദ ഡേ ഓഫ് ദ പുവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ഫോർ ദ റിസീവ് ദെയർ വീക്ക്ലി വേജസ്. ശനിയാഴ്ചകളിലാണ് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അന്ന് കുറച്ച് പണം ചെലവഴിക്കുകയും ചെയ്യും. ഇൻഗ്രീഡിയൻസ് ഫോർ കേക്ക് മേക്കിംഗ്: flour, sugar, fat, raisins, eggs are so forth were set out in the readiness upon the dresser. ഗോതമ്പ് പൊടി, പഞ്ചസാര, എണ്ണ, ഉണക്കമുന്തിരി, മുട്ട എന്നിങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായ എല്ലാ സാധനങ്ങളും അടുക്കളയിലെ ഒരു മേശയിൽ ഒരുക്കി വെച്ചിരുന്നു. സെവറൽ ഫ്രഷ്ലി ബേക്ക്ഡ് കേക്ക്സ് ഇൻ ടിൻസ് were also there. അതുപോലെ തന്നെ പുതിയതായി ഉണ്ടാക്കിയ കേക്കുകൾ ടിന്നുകളിൽ നിറച്ചു വച്ചിരുന്നു. Sitting in such a poor kitchen will not be very pleasant for you, will it? Mrs. Clifford said. ഇതുപോലെയുള്ള പാവപ്പെട്ടവരുടെ അടുക്കളയിൽ ഇരിക്കുക എന്നത് എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മിസ്സിസ് ക്ലിഫോർഡ് എന്നോട് പറഞ്ഞു. I have almost finished my work. Maggie, take him into the sitting room. I will come in a minute. അവർ ഒരുവിധം എല്ലാ പണികളും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്നെ സ്വീകരണമുറിയിൽ കൊണ്ടിരുത്തുവാൻ മാഗിയോട് അവർ ആവശ്യപ്പെട്ടു. നോ, ഐ പ്രൊട്ടസ്റ്റഡ്. വേണ്ട, ഞാൻ എതിർത്തു. ഐ ക്യാൻ സിറ്റ് ഹിയർ വെൽ ഇനഫ്. ദ കേക്ക്സ് യു മേക്ക് ആർ നൈസ് വൺസ്, ഐ മസ്റ്റ് സേ. എനിക്കവിടെ ഇരിക്കുന്നതിൽ ഒരു വിരോധമില്ലെന്നും ഇവിടെ തന്നെ ഇരുന്നോളാമെന്നും ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ മനോഹരമായ കേക്കുകൾ ഉണ്ടാക്കുന്നതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. മിസ്സിസ് ക്ലിഫോർഡ് താങ്ക്ഡ് മീ വിത്ത് എ സ്മൈൽ. മിസ്സിസ് ക്ലിഫോർഡ് എന്നോട് നന്ദി പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് ചോദിക്കുകയാണ്, വാട്ട് കൈൻഡ് ഓഫ് കൺട്രി ഈസ് ഇന്ത്യ സർ? ആസ്ക്ഡ് മിസ്സിസ് ക്ലിഫോർഡ് ആസ് ഷീ റെസ്യൂംഡ് ഹർ കുക്കിംഗ്. അവർ തങ്ങളുടെ കുക്കിംഗ് തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇന്ത്യ എങ്ങനെയുള്ള ഒരു കൺട്രിയാണ്? എ ബ്യൂട്ടിഫുൾ കൺട്രി. ഒരു വളരെ മനോഹരമായ രാജ്യമാണെന്ന് ഞാൻ അവരോട് മറുപടി പറഞ്ഞു. സേഫ് ടു ലിവ് ഇൻ, സെർട്ടൻലി, ബട്ട് നോട്ട് കോൾഡ് ലൈക്ക് ദിസ് കൺട്രി. ഇറ്റ് ഈസ് സംവാട്ട് ഹോട്ട്. വളരെ അവിടെ താമസിക്കാൻ സുരക്ഷിതമാണോ എന്നവരെന്നോട് ചോദിച്ചു. ആണെന്ന് ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ ഇംഗ്ലണ്ടിനെ പോലെ തണുപ്പല്ല, ഇന്ത്യയിൽ ചൂടാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ആർൻറ്റ് ദെയർ ടു മെനി സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ്? ഡോണ്ട് ദേ കിൽ പീപ്പിൾ? അവിടെ മനുഷ്യനെ കൊല്ലുന്ന പാമ്പുകളും പുലികളും ധാരാളമായി ഉണ്ടോ എന്നവർ ചോദിച്ചു. ദേ ഗെറ്റ് കിൽഡ് ദംസെൽഫ് ഇഫ് ദേ കം ടു ക്ലോസ് ടു പ്ലേസസ് വെർ പീപ്പിൾ ലിവ്. ജനവാസമുള്ള സ്ഥലങ്ങളിലെത്തിയാൽ അവയെ കൊല്ലുമെന്നും ഞാൻ അവരോട് മറുപടി പറഞ്ഞു. പിന്നീട് അവർക്ക് അറിയേണ്ടത് ആൻഡ് ഫീവേഴ്സ്, അവിടെ അസുഖങ്ങളുണ്ടോ? പനി മുതലായ അസുഖങ്ങളെക്കുറിച്ചാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ ദർ ഈസ് മോർ ഫീവർ ദാൻ ഇൻ അതേഴ്സ്. ഇറ്റ് ഈസ് നൈദർ ദ സെയിം എവരിവെയർ നോട്ട് ദ സെയിം ഓൾ ദ ഇയർ എറൗണ്ട്. മറ്റു സ്ഥലങ്ങളിലേക്കാൾ കൂടുതലായി ചില സ്ഥലങ്ങളിൽ അസുഖങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എല്ലായിടത്തും എല്ലാ കാലാവസ്ഥകളിലും ഇത് ഒരുപോലെയല്ലെന്നും ഞാൻ അവരോട് മറുപടി പറഞ്ഞു. മൈ സൺ ഈസ് ഇൻ ദ പഞ്ചാബ്. ഹീസ് എ സോൾജർ. വാട്ട് കൈൻഡ് ഓഫ് പ്ലേസസ് ഈസ് ദ പഞ്ചാബ്? അവരുടെ മകൻ പഞ്ചാബിലാണെന്ന് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു, അവരൊരു പട്ടാളക്കാരനാണ്. പിന്നീട് അവർക്ക് അറിയേണ്ടത് വാട്ട് കൈൻഡ് ഓഫ് പ്ലേസസ് ഈസ് ദ പഞ്ചാബ്? പഞ്ചാബ് എങ്ങനെയുള്ള സ്ഥലമായിരുന്നു എന്നാണ്. ദ പഞ്ചാബ് ഈസ് വെരി ഫൈൻ പ്ലേസ്. ദർ ഈസ് എ ലിറ്റിൽ ഫീവേഴ്സ് ദർ. ഇറ്റ് ഈസ് വെരി ഹെൽത്തി. പഞ്ചാബ് വളരെ നല്ല ഒരു സ്ഥലമാണ്. അവിടെ അസുഖങ്ങളൊന്നുമില്ല. വളരെ ആരോഗ്യ നിലവാരമുള്ള ഒരു സ്ഥലമാണ് പഞ്ചാബ്. ഐ ആം ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്, മിസ്സിസ് ക്ലിഫോർഡ് സെഡ്. ഇത് കേട്ടപ്പോൾ മിസ്സിസ് ക്ലിഫോർഡ് വളരെയധികം സന്തോഷവതിയായി. ഹെർ ബേക്കിംഗ് വാസ് ഫിനിഷ്ഡ്. അവളുടെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. മാഗി, ഷി സെഡ്, ടേക്ക് മിസ്റ്റർ ഗുപ്ത അപ്സ്റ്റെയേഴ്സ്. ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് ബ്രിങ് ടീ. മിസ്റ്റർ ഗുപ്തയെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവർ മാഗിയോട് പറഞ്ഞു. കൈ കഴുകിയ ശേഷം എനിക്കൊപ്പം ഇരിക്കാമെന്നും ചായ കൊണ്ടുവരാമെന്നും അവർ പറഞ്ഞു. മാഗി ഷോഡ് ദ വേ ടു ദെയർ സിറ്റിംഗ് റൂം ആൻഡ് ഐ ഫോളോഡ്. മാഗി സിറ്റിംഗ് റൂമിലേക്കുള്ള വഴി കാണിക്കുകയും ഞാൻ അവളോട്
പിന്തുടരുകയും ചെയ്തു. ദ ഫർണിച്ചർ വാസ് ചീപ്പ് ആൻഡ് ദർ വാസ് നോട്ട് മച്ച് ഓഫ് ഇറ്റ്. ഫർണിച്ചറൊക്കെ വളരെ കുറഞ്ഞ നിലവാരത്തിലുള്ളതായിരുന്നു, ഒരുപാടൊന്നും ഇല്ലതാനും. ദ കാർപ്പറ്റ് വാസ് വെരി ഓൾഡ്. കാർപ്പറ്റ് വളരെ പഴക്കം ചെന്നതായിരുന്നു. ടോൺ ഇൻ പ്ലേസസ്, ചില സ്ഥലങ്ങളിലെല്ലാം അത് കീറിയിരുന്നു. ബട്ട് എവറിത്തിങ് വാസ് എക്സ്ട്രീംലി ക്ലീൻ. പക്ഷേ എല്ലാം വളരെയധികം വൃത്തിയുള്ളതായിരുന്നു. മാഗി ഡ്രീവ് ദ കർട്ടൈൻസ് ബാക്ക് ആൻഡ് ഓപ്പൺ ദ വിൻഡോസ്. ജനാലകൾ കർട്ടനുകളൊക്കെ മാറ്റി അവൾ തുറന്നു. ദർ വാസ് എ ഗ്ലാസ് ബുക്ക് കേസ്. ചില്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പുസ്തക അലമാരി അവിടെ ഉണ്ടായിരുന്നു. ഐ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഞാൻ അതിന് മുന്നിലായിട്ടാണ് ഇരുന്നത്. മിസ്സിസ് ക്ലിഫോർഡ് കെയിം ഇൻ ക്യാരിയിങ് ടീ ട്രേ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. കുറച്ച് സമയത്തിനു ശേഷം മിസ്സിസ് ക്ലിഫോർഡ് ചായപാത്രവുമായി കയറി വന്നു. ഓൾ ട്രേസ് ഓഫ് ദ കിച്ചൺ ഹാഡ് വാനിഷ്ഡ് ഫ്രം ഹെർ പേഴ്സൺ. അടുക്കളക്കാരി എന്നുള്ള എല്ലാ സൂചനകളും അവളിൽ നിന്നും അകന്നുപോയിരുന്നു. ആസ് വി ഡ്രാങ്ക് ടീ ഐ ടോക്ക്ഡ് അബൌട്ട് ഇന്ത്യ. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചു. മിസ്സിസ് ക്ലിഫോർഡ് ഷോഡ് മീ എ ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ സൺ. ഇറ്റ് ഹാഡ് ബീൻ ടേക്കൺ ബിഫോർ ഹി ലെഫ്റ്റ്. മിസ്സിസ് ക്ലിഫോർഡ് തൻ്റെ മകൻ്റെ ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. അത് അവൻ പോകുന്നതിന് മുമ്പ് എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു. ഹിസ് നെയിം വാസ് ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക്. അവൻ്റെ പേര് ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക് എന്നായിരുന്നു. മാഗി ബ്രോട്ട് ഔട്ട് എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് ഹി ഹാഡ് സെൻഡ് ഹെർ ഫോർ ഹെർ ബർത്ത്ഡേ. അവളുടെ പിറന്നാളിന് മാഗിക്ക് അയച്ചു കൊടുത്ത ചിത്രങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. ദർ were many pictures of Simla and surrounding mountain country. On the inside pages was written. സിംലയെക്കുറിച്ചും അതിനടുത്ത പർവ്വതനിരകളുടെയും ധാരാളം ചിത്രങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. അതിനുള്ളിലായിട്ട് എഴുതിയിരുന്നു ടു മാഗി ഓൺ ഹെർ ബർത്ത്ഡേ ഫ്രം ഹെർ ലവിങ് ബ്രദർ ഫ്രാങ്ക് എന്ന് ആ ഒരു ബുക്കിനുള്ളിൽ എഴുതിയിരുന്നു. മാഗി സെഡ് മിസ്സിസ് ക്ലിഫോർഡ് ഷോ മിസ്റ്റർ ഗുപ്ത ദ റിംഗ്. മാഗിയോട് അവളുടെ മോതിരം എനിക്ക് കാണിച്ചു തരാനായി മിസ്സിസ് ക്ലിഫോർഡ് ആവശ്യപ്പെട്ടു. ഹാസ് യുവർ ബ്രദർ സെൻഡ് യു എ റിംഗ് ഐ ആസ്ക്ഡ് ഹെർ. നിന്റെ സഹോദരൻ നിനക്കൊരു മോതിരം തന്നിട്ടുണ്ടോ? ലെറ്റ് മീ സീ വാട്ട് കൈൻഡ് ഓഫ് എ റിംഗ് ഇറ്റ് ഈസ്. അത് എങ്ങനെയുള്ള മോതിരമാണെന്ന് എനിക്ക് കാണിച്ചു തരാനായി ഞാൻ ചോദിച്ചു. ഇറ്റ് ഈസ് എ മാജിക് റിംഗ്, മാഗി എക്സ്പ്ലെയിൻഡ്. എ യോഗി ഗേവ് ഇറ്റ് ടു ഫ്രാങ്ക്. അതൊരു മാജിക് റിംഗ് ആണ്. ഒരു യോഗി ഫ്രാങ്കിന് സമ്മാനിച്ച ഈ ഒരു മാന്ത്രിക മോതിരമാണെന്ന് അവർ പറഞ്ഞു. ഷീ ബ്രോട്ട് ഇറ്റ് ആൻഡ് ആസ്ക്ഡ് ക്യാൻ യു സീ ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇൻ ഇറ്റ്. അത് അവർ മിസ്റ്റർ ഗുപ്തയ്ക്ക് കാണിച്ചു കൊടുക്കുകയും അതിൽ നോക്കിക്കൊണ്ട് ഭൂതകാലവും ഭാവികാലവും അറിയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. I had heard a lot about crystal gazing. A crystal was set in the ring. I took it up and examined it. സ്ഫടികഗോളത്തിലൂടെ ഭാവി കാണാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്ഫടികക്കല്ല് മോതിരത്തിൽ ഉറപ്പിച്ചിരുന്നു. ഞാനത് വളരെയധികം ശ്രദ്ധിച്ച് നോക്കി. When Frank sent the ring, Mrs. Clifford said, ഈ ഒരു മോതിരം അയച്ചു തരുമ്പോൾ he wrote that, അവൻ എഴുതുകയുണ്ടായിരുന്നു, ഇഫ് യു കോൺസെൻട്രേറ്റ് ഓൺ ദ ഡിസ്റ്റൻറ്റ് പേഴ്സൺ ആസ് യു ഗെയ്സ് ഇൻ ടു ഇറ്റ് യു വിൽ ബി ഏബിൾ ടു സീ ഹിം ആൻഡ് വാട്ട് ഹീ ഈസ് ഡൂയിങ്. സ്ഫടികത്തിൽ നോക്കിക്കൊണ്ട് വളരെ അകലെയുള്ള ഒരാളെ ധ്യാനിക്കുകയാണെങ്കിൽ അയാൾ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഇതിലൂടെ കാണാമെന്ന് യോഗി പറഞ്ഞതായി ഫ്രാങ്ക് കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ദിസ് ഈസ് വാട്ട് ദ യോഗി ടോൾഡ് ഫ്രാങ്ക്. ഇതെല്ലാം ഫ്രാങ്കിനോട് യോഗി പറഞ്ഞതാണ്. Maggie and I have concentrated upon it again and again because we have not had any news of Frank for a long time. ആ ഒരു മോതിരത്തിലൂടെ മാഗിയും അമ്മയും വീണ്ടും വീണ്ടും അതിൽ ഒറ്റുനോക്കിയിരുന്നെങ്കിലും ഒന്നും കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. ബട്ട് വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സീ എനിത്തിങ്. അവർക്കൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. വൈ ഡോണ്ട് യു ട്രൈ? യു ആർ എ ഹിന്ദു, യു മേ ബി ഏബിൾ ടു ഡു ഇറ്റ്. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്കെന്തെങ്കിലും കാണാമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ഐ റിയലൈസ്ഡ് ദാറ്റ് സൂപ്പർസ്റ്റിഷൻസ് വാസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ. അന്ധവിശ്വാസങ്ങൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായി. I did not have
heard to tell the mother and daughter that the ring was nothing much, brass with a piece of ordinary glass stuck to it. ഒരു സാധാരണ ലോഹത്തിൽ ഒരു വെറും സാധാരണമായ ഒരു കല്ല് പിടിപ്പിച്ച മോതിരമാണ് അതെന്ന് അവരോട് പറയാൻ എനിക്ക് മടിയായിരുന്നു. They believed their Frank had sent them a miraculous thing from the distant land, a dream India. ഒരു സ്വപ്നലോകമായ ഇന്ത്യയിൽ നിന്നും ഫ്രാങ്ക് അവർക്ക് അയച്ചു കൊടുത്തത് ഒരു മാന്ത്രിക മോതിരമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവരുടെ വിശ്വാസങ്ങളെ തകർക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഹൗ കുഡ് ഐ ഷാറ്റർ ദെയർ ഫെയ്ത്ത്? എന്തിനാണ് ഞാൻ അവരുടെ വിശ്വാസം തകർക്കുന്നത്? Urged by Mrs. Clifford and Maggie, I took the ring into my hand and stared at it intensely for a long time. മിസ്സിസ് ക്ലിഫോർഡിൻ്റെയും മാഗിയുടെയും നിർബന്ധം മൂലം, അവരുടെ ആഗ്രഹം മൂലം, ഐ ടുക്ക് ദ റിംഗ് ഇൻ ടു മൈ ഹാൻഡ്, എൻ്റെ കയ്യിലെടുക്കുകയും ആൻഡ് സ്റ്റാർട്ടഡ് അറ്റ് ഇൻറ്റൻസ്ലി ഫോർ എ ലോങ് ടൈം, ഒരുപാട് നേരം അതിലേക്ക് നോക്കുകയും ചെയ്തു. ഐ കനോട്ട് സീ എനിത്തിങ്, ഐ എക്സ്ക്ലൈംഡ് അറ്റ് ലാസ്റ്റ്, ഗിവിങ് അപ്പ്. അതിലൂടെ എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. ദ മദർ ആൻഡ് ദ ഡോട്ടർ വേർ ഡിസപ്പോയിൻറ്റഡ്. അമ്മയും മകളും വളരെയധികം നിരാശരാവുകയും ചെയ്തു. ടു ചേഞ്ച് ദ സബ്ജക്റ്റ് ഐ സെഡ്, ഹിയർ ഈസ് ദ വയലിൻ, ഈസ് ഇറ്റ് യുവേഴ്സ്, ഈസൻറ്റ് ഇറ്റ് മാഗി? അവിടെ ഒരു വയലിൻ ഉണ്ടായിരുന്നു. വിഷയം മാറ്റുന്നതിനായി ആ വയലിൻ മാഗിയുടേതാണോ എന്ന് ഞാൻ ചോദിച്ചു. യെസ് മിസ്സിസ് ക്ലിഫോർഡ് ആൻസേർഡ്, മാഗി പ്ലേസ് ക്വയറ്റ് വെൽ. മാഗി പ്ലീസ് പ്ലേ സംതിങ് ഫോർ അസ്. അതെ, അത് മാഗിയുടേതാണ്. അവളത് നന്നായി വായിക്കുമെന്നും മിസ്സിസ് ക്ലിഫോർഡ് എന്നോട് പറഞ്ഞു. ഓ മദർ, മാഗി ലുക്ക്ഡ് അറ്റ് ഹർ ഇൻ പ്രൊട്ടസ്റ്റ്. അല്ലേ, മാഗി നാണം കൊണ്ട് എതിര് പറഞ്ഞു. മാഗി, ഐ പ്ലഡഡ്, പ്ലീസ് പ്ലേ സംതിങ്. ഐ ആം വെരി ഫോണ്ട് ഓഫ് ദ വയലിൻ. ഐ ഹാവ് എ സിസ്റ്റർ ഇൻ മൈ ഹോം എബൌട്ട് യുവർ ഏജ്. ഷീ യൂസ്ഡ് ടു പ്ലേ ഫോർ മീ. എനിക്ക് വയലിൻ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞാൻ അവളോട് അഭ്യർത്ഥിക്കുകയും അവളുടെ പ്രായമുള്ള എൻ്റെ ഒരു സഹോദരി എനിക്ക് വേണ്ടി വയലിൻ വായിച്ചു തരാറുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. ദ വേ ഐ പ്ലേ ഈസ് നോട്ട് അറ്റ് ഓൾ വർത്ത് ലിസണിങ് ടു, മാഗി സെഡ്. അവൾക്ക് നല്ലതുപോലെ വായിക്കാൻ അറിയില്ല എന്ന് മാഗി പറഞ്ഞു. മൈ എൻട്രീറ്റീസ് അറ്റ് ലാസ്റ്റ് പെർസോഡ് ഹർ ടു പ്ലേ. എൻ്റെ അപേക്ഷകൾ അവസാനം അവൾ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഐ ഡു നോട്ട് നോ മെനി പീസസ്. എനിക്ക് ഒരുപാടൊന്നും വായിക്കാൻ അറിയില്ല. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹിയർ? എനിക്ക് എന്താണ് കേൾക്കാൻ ആഗ്രഹമെന്ന് അവൾ ചോദിച്ചു. ഷാൾ ഐ ചൂസ് സംതിങ്? ഓൾ റൈറ്റ് ദെൻ ഗിവ് മീ യുവർ മ്യൂസിക്, ലെറ്റ് മീ സീ വാട്ട് യു ഹാവ്. അവൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും വായിക്കാൻ ഞാൻ അവളോട് പറഞ്ഞു. മാഗി ബ്രോട്ട് അബൌട്ട് ആൻ ഓൾഡ് മ്യൂസിക് കേസ് ബൗണ്ട് ഇൻ ബ്ലാക്ക് ലെതർ. കറുത്ത തുകലിൽ പൊതിഞ്ഞ ഒരു പഴയ പാട്ടുപുസ്തകം അവൾ കൊണ്ടുവന്നു. ഐ ഓപ്പൺഡ് ഇറ്റ്. ഞാനത് തുറന്നു. മോസ്റ്റ് ഓഫ് ദ പീസസ് വേർ ലൈറ്റ് എയേഴ്സ് ലൈക്ക് ഗുഡ് ബൈ ഡോളി ഗ്രേ, ഹണി സക്കിൾ ആൻഡ് ദ ബീ. അതിൽ ഒരുപാട് ലളിതമായ പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ദർ വേർ എ ഫ്യൂ റിയലി ഗുഡ് ദോ ഓൾഡ് ഫാഷൻഡ് വൺസ്, തിങ്സ് ലൈക്ക് റോബിൻ അഡയർ, ആനി ലോറെ, ദ ലാസ്റ്റ് റോസ് ഓഫ് സമ്മർ. ചിലതൊക്കെ വളരെ നല്ലതായിരുന്നു, പക്ഷേ കുറച്ച് പഴയതായിരുന്നു. ധാരാളം സ്കോച്ച് ഗാനങ്ങളും ഉണ്ടായിരുന്നു. ദ ബ്ലൂ ബെൽസ് ഓഫ് ദ സ്കോട്ട്ലൻഡ് എന്ന ഗാനം ഞാൻ തിരഞ്ഞെടുത്തു. ദർ വർ സെവറൽ സ്കോച്ച് സോങ്സ്, സോ ഐ സെലക്ടഡ് ദ ബ്ലൂ ബെൽസ് ഓഫ് ദ സ്കോട്ട്ലാൻഡ് ആൻഡ് ഹാൻഡഡ് മാഗി ടു ദ മ്യൂസിക്. എന്നിട്ട് ഞാൻ ആ ബുക്ക് അവൾക്ക് തിരിച്ചു നൽകി. മാഗി പ്ലേഡ് ആൻഡ് ഹമ്മഡ് എ ട്യൂൺ ടു മൈ സെൽഫ്. അവളത് വായിച്ചപ്പോൾ ഞാൻ അതിനൊപ്പം മൂളി. Maggie played and hummed a tune to myself. When the song was over, വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ I praised her playing lavishly as I thanked her. ഞാൻ അവളെ പ്രശംസിച്ചു. Maggie has never had the opportunity to study, Mrs. Clifford said. മാഗിക്ക് വയലിൻ പഠിക്കുന്നതിനുള്ള സാഹചര്യം ലഭിച്ചിട്ടില്ലെന്ന് മിസ്സിസ് ക്ലിഫോർഡ് എന്നോട് പറഞ്ഞു. When the song was over, I praised her playing lavishly. As I thanked her, Maggie had never opportunity to study. പഠിക്കാനുള്ള അവസരം അവൾക്ക് ലഭിച്ചിട്ടില്ല, അവരുടെ പ്രാരാബ്ധം കാരണം.
She has learned that what she knows by herself. If your circumstances ever improve, I shall arrange for her to have the lessons. ഇനി എന്നെങ്കിലും ഞങ്ങളുടെ സാഹചര്യം മെച്ചപ്പെടുകയാണെങ്കിൽ മാഗിക്ക് വയലിൻ പഠിക്കുന്നതിനായി ഒരു അവസരം ഒരുക്കി കൊടുക്കാമെന്ന് മിസ്സിസ് ക്ലിഫോർഡ് പറഞ്ഞു. ഓൺ മൈ വേ ബാക്ക് ഐ വാസ് ഫിൽഡ് വിത്ത് അസ്റ്റോണിഷ്മെൻറ്റ്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ അന്നത്തെ സംഭവങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചു, വല്ലാതെ സ്പർശിച്ചു. ദ ഇൻസിഡൻറ്റ് ടച്ച്ഡ് മീ വെരി ഡീപ്ലി. 3 months passed. അങ്ങനെ 3 മാസങ്ങൾ കടന്നുപോയി. ഐ വിസിറ്റഡ് മാഗി ആൻഡ് ഹർ മദർ മെനി ടൈംസ് at their home and took Maggie to see the zoo once. She rode the elephant, Indian Raja, like all the other boys and girls. How delighted she was. അതിനിടയിൽ മാഗിയെയും അമ്മയെയും കാണാൻ ഒരുപാട് തവണ ഞാൻ പോയിരുന്നു. ഒരിക്കൽ മാഗിയെയും കൂട്ടി ഞാൻ മൃഗശാലയിൽ പോയിരുന്നു. അവിടെ അവൾ ഒരു ആന സവാരി നടത്തി. അതെല്ലാം അവൾക്ക് ഒരുപാട് സന്തോഷമായി. ബട്ട് നോ ന്യൂസ് ഹാഡ് കം ഫ്രം ഹർ ബ്രദർ. അവളുടെ സഹോദരനിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. Urged by Mrs. Clifford, I went to India House one day and made inquiries. മിസ്സിസ് ക്ലിഫോർഡിൻ്റെ നിർബന്ധപ്രകാരം ഇന്ത്യ ഹൗസിൽ ചെന്ന് ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചു. ഫ്രാങ്ക് ഉൾപ്പെടുന്ന സേന രാജ്യത്തിൻ്റെ I was told the regiment to which Frank belonged was fighting on the north frontier. ഫ്രാങ്ക് ഉൾപ്പെടുന്ന സേന രാജ്യത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് അതിർത്തിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. മിസ്സിസ് ക്ലിഫോർഡ് became extremely worried when she heard it. ഇത് കേട്ടപ്പോൾ മിസ്സിസ് ക്ലിഫോർഡ് വളരെയധികം വിഷമിച്ചു. വൺ ഡേ ഐ റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി. ഒരു ദിവസം മാഗിയിൽ നിന്നും ഒരു ലെറ്റർ എനിക്ക് ലഭിച്ചു. ഷീ റോഡ്. ആ കത്തിൽ എന്തായിരുന്നു എഴുതിയിരുന്നത്? ഡിയർ മിസ്റ്റർ ഗുപ്ത, മൈ മദർ ഈസ് വെരി ഇൽ. എൻ്റെ അമ്മക്ക് തീരെ സുഖമില്ല. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. ഒരാഴ്ചയായി ജോലിക്ക് പോവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. വി ഷാൽ ബി എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ടേക്ക് ദ ട്രബിൾ ടു കം ടു സീ അസ് മാഗി. ഞാൻ അവിടെ ചെന്ന് അവരെ കാണുകയാണെങ്കിൽ വളരെയധികം നന്ദിയുള്ളവരായിരിക്കുമെന്നും ആ കത്തിൽ എഴുതിയിരുന്നു. I had told the family with whom I lived about Maggie and her mother. At breakfast, I spoke of the letter. ഞാൻ താമസിച്ചിരുന്ന വീട്ടുകാരോട് മാഗിയെപ്പറ്റിയും അവളുടെ അമ്മയെക്കുറിച്ചും ഞാൻ പറഞ്ഞു. പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ അവളുടെ കത്തിനെക്കുറിച്ചും ഞാൻ അവരോട് പറഞ്ഞു. മൈ ഹോസ്റ്റസ് സെഡ്. എൻ്റെ ഹോസ്റ്റസ് എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടുടമസ്ഥ എന്നോട് പറഞ്ഞു, വെൻ യു ഗോ, നിങ്ങൾ അവളെ കാണാൻ പോവുകയാണെങ്കിൽ ടേക്ക് സം മണി വിത്ത് യു. കുറച്ച് കാശെടുത്ത് പോകണം. ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. ഈ ഒരു കുട്ടിക്ക് ഒരാഴ്ചയായിട്ട് ജോലിക്ക് പോകാനൊന്നും സാധിച്ചിട്ടില്ലല്ലോ. ഷി ഹാഡ് നോട്ട് റിസീവ്ഡ് എനി പേ. അവൾക്ക് കാര്യമായ വേതനമൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദേ ആർ ഹാഡ് അപ്പ്. അവർ വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കും. ആഫ്റ്റർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ ടുക്ക് സം മണി ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ലാംബത്ത്. അങ്ങനെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞാൻ ലാംബത്തിലേക്ക് കുറച്ച് പണവുമായി പോകാനൊരുങ്ങി. ഐ നോക്ക്ഡ് അറ്റ് ദ ഡോർ. മാഗി ഓപ്പൺഡ് ഇറ്റ്. ഞാൻ അവളുടെ ആ വാതിലിൽ മുട്ടി. അവൾ വാതിൽ തുറന്നു. ഷി വാസ് ലുക്കിംഗ് മച്ച് പുൾഡ് ഡൗൺ. ഹെർ ഐസ് വെർ ഹോളോ ആൻഡ് റിഞ്ച്ഡ്. അവൾ വളരെയധികം ക്ഷീണിച്ചിരുന്നു. അവളുടെ കണ്ണുകളിലെല്ലാം വിഷാദം നിഴലിച്ചിരുന്നു. ഓ താങ്ക് യു മിസ്റ്റർ ഗുപ്ത, ഷീ എക്സ്ക്ലൈംഡ് വെൻ ഷീ സോ മീ. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. നിങ്ങളോട് ഞാൻ വളരെയധികം നന്ദിയുള്ളവളായിരിക്കുമെന്ന് പറഞ്ഞു. ഹൗ ഈസ് യുവർ മദർ മാഗി, ഐ ആസ്ക്ഡ്. അമ്മയെക്കുറിച്ച് ഞാൻ അവളോട് ചോദിച്ചു. ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. ഇപ്പോൾ അമ്മ ഉറങ്ങുകയാണ്. ഹെർ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്. അമ്മയുടെ കണ്ടീഷൻ വളരെയധികം സീരിയസ് ആണ്. The doctor says that it is aggravated by her anxiety over Frank. ഫ്രാങ്കിനെ കുറിച്ചുള്ള ആധിയാണ് അസുഖം കൂടാൻ കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. There is no news from him yet. She may not live.
അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇനി ജീവിക്കണമെന്നില്ല. ഐ ട്രൈ ടു കൺസോൾ മാഗി. ഞാൻ മാഗിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഡ്രൈയിങ് ഹെർ ഐസ് വിത്ത് മൈ ഹാൻഡ് കർച്ചീഫ്. മാഗി കൺട്രോൾഡ് ഹെർസെൽഫ് വിത്ത് ആൻ എഫേർട്ട് ആൻഡ് സെഡ്. അവൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് ഒരു അപേക്ഷയുണ്ട്. ഐ ഹാവ് എ റിക്വസ്റ്റ് ടു മേക്ക് ഓഫ് യു മിസ്റ്റർ ഗുപ്ത. വാട്ട് ഈസ് ഇറ്റ് മാഗി? ഐ ആസ്ക്ഡ്. എന്താണ് ആ അപേക്ഷ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു, ഷീ ആൻസേർഡ്. എന്നോട് സ്വീകരണ മുറിയിൽ ഇരിക്കാനും അവിടെ വെച്ച് കാര്യം പറയാമെന്നും അവൾ പറഞ്ഞു. We tiptoed carefully into the sitting room to the lest of the sound of our footsteps should disturb the sick woman. ഞങ്ങൾ പതുക്കെ സ്വീകരണ മുറിയിലെത്തി. I turned away. I reached the center of the room and remained standing there. What is it, Maggie? I repeated my question. എന്താണ് ഞാൻ വേണ്ടതെന്ന് ഞാൻ അവളോട് ചോദിച്ചു. Maggie gazed up into my face with beseeching eyes. അവൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. I waited. ഞാൻ കാത്തിരുന്നു. Then she covered her face with her hands and wept silently. ഞാൻ മറുപടിക്കായി കാത്തിരുന്നപ്പോൾ അവൾ മുഖം പൊത്തി കരയാൻ തുടങ്ങി. I was in a fix. ഞാൻ ആകെ ഒരു പ്രത്യേക അവസ്ഥയിലായി മാറി. വാട്ട് കുഡ് ഐ സേ ടു കൺസോൾ ദിസ് ചൈൽഡ്? ഈ ഒരു കുട്ടിയെ സമാധാനിപ്പിക്കാൻ ഞാൻ എന്തു പറയും? ഹെർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദ ഫ്രോണ്ടിയർ. അവളുടെ സഹോദരൻ അതിർത്തിയിൽ യുദ്ധം ചെയ്യുകയാണ്. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് എലൈവ് ഓർ ഡെഡ്. ഇപ്പോൾ അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ദൈവത്തിന് മാത്രമല്ലേ അറിയൂ. ഹെർ മദർ വാസ് ദ ഓൺലി പേഴ്സൺ ഷീ ഹാഡ് ഓൺ ദ എർത്ത്. ഈ ഭൂമിയിൽ അവൾക്ക് ആകെ അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ. ഇഫ് ഷീ ലോസ്റ്റ് ഹെർ, വാട്ട് വുഡ് ഹാപ്പൻ? അമ്മയെ കൂടി അവൾക്ക് നഷ്ടപ്പെട്ടാൽ. വേർ ഇൻ ലണ്ടൻ കുഡ് ദിസ് ഗേൾ ഓൺ ദ ത്രഷോൾഡ് ഓഫ് അഡോളസൻസ്? ഈ ഒരു അഡോളസൻസിൽ എത്തി നിൽക്കുന്ന ഈ ഒരു ചെറിയ പെൺകുട്ടി എങ്ങോട്ട് പോകും? ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് എവേ ഫ്രം ഹെർ ഫേസ്. അവളുടെ മുഖത്ത് നിന്ന് അവളുടെ കൈകൾ ഞാൻ എടുത്തു മാറ്റി. മാഗി, ടെൽ മീ വാട്ട് യു വിഷ് ടു മീ ടു ഡു. ഇഫ് യു ദർ ഈസ് എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് യു, ഐ ഷാൽ നോട്ട് ഹെസിറ്റേറ്റ്. ഞാൻ എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. ആവശ്യം പറയാൻ അവൾ തിരക്ക് കൂട്ടി. മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെഡ്, ഐ ഡു നോട്ട് നോ വാട്ട് യു വിൽ തിങ്ക് ഓഫ് ദ റിക്വസ്റ്റ് ഐ ആം ഗോയിങ് ടു മേക്ക്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. പ്ലീസ് ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. ഞാൻ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഡു യു വിഷ് ടു ആസ്ക്? എന്താണ് ആവശ്യമെന്ന് ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു. ഓൾ ഡേ യെസ്റ്റർഡേ മദർ കെപ്റ്റ് സേയിങ് ദാറ്റ്. അല്ലേ, ഇന്നലെ രാത്രി മുഴുവനും അമ്മ പറയുന്നുണ്ടായിരുന്നു, മിസ്റ്റർ ഗുപ്ത വുഡ് കം ആൻഡ് ഗെയ്സ് ഇൻ ടു ദ ക്രിസ്റ്റൽ. ഹി മൈറ്റ് ലേൺ സംതിങ് അബൌട്ട് ഫ്രാങ്ക്. ഗുപ്ത ഒരു ഹിന്ദു ആയതുകൊണ്ട് സ്ഫടികത്തിലേക്ക് നോക്കിയാൽ അമ്മയുടെ മകനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് അവനോട് ചോദിക്കാമെന്നും അമ്മ പറയുന്നുണ്ടായിരുന്നു. മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു, ഷീ സെഡ്. ഇഫ് ഓൺലി ഹി വുഡ് കം, ഷീ സെഡ്. ദാറ്റ് ഈസ് വൈ ഐ റോട്ട് യു. ഇത് അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ, ഗോ ആൻഡ് ബ്രിങ് മീ ദ റിംഗ്, മാഗി. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ നീ പോയിട്ട് ആ ഒരു മോതിരം എടുത്തുകൊണ്ട് വാ. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് അഗെയിൻ ദിസ് ടൈം. ഈ ഒരു സമയത്തും ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന പേടിയും അവൾക്കുണ്ടായിരുന്നു. ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മെൻറ്റ്. ഇതിൽ നിന്നും അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഐ വാസ് സൈലൻറ്റ്. ഞാൻ നിശബ്ദനായി.
Mr. Gupta, I have read in books in Hindus are extremely truth-loving. ഹിന്ദുക്കൾ സത്യത്തോട് വളരെ കൂറു പുലർത്തുന്നവരാണെന്ന് ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മൈ മദർ ഓൺലി വൺസ് ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ ദാറ്റ് ഫ്രാങ്ക് വാസ് ഓൾ റൈറ്റ്, ദാറ്റ് ഹീ ഈസ് എലൈവ്, വിൽ ഇറ്റ് ടു മച്ച് ഓഫ് എ ലൈ? വിൽ ഇറ്റ് ബി വെരി വെരി റോങ്? ഫ്രാങ്ക് ജീവനോടെയുണ്ടെന്നും അവന് സുഖമാണെന്നും സ്ഫടികത്തിൽ നോക്കിക്കൊണ്ട് അവളുടെ അമ്മയോട് പറയാനായി ഞാൻ ആവശ്യപ്പെട്ടു. അത് വലിയ ഒരു നുണയാകുമോ? അത് തെറ്റാണോ? ഇത് പറയുമ്പോൾ അവൾ കരയുന്നുണ്ടായിരുന്നു. ആസ് ഷീ സ്പോക്ക് ടിയേഴ്സ് സ്ട്രീംഡ് ഫ്രം ഹെർ ഐസ്. ഇത് പറയുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇത് ഗുപ്തയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ? അവൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അവൾക്ക് അറിയേണ്ടത്. ഐ തോട്ട് ഓഫ് ഇറ്റ് ഓവർ. ഞാനത് ആലോചിച്ചു. ഐ ആം നോട്ട് വെരി വിർച്വസ്. അല്ലേ, ഞാനൊരു സന്യാസിയൊന്നുമല്ല. അതുകൊണ്ട് ഐ ഹാവ് ഡൺ മെനി സിൻഫുൾ തിങ്സ്. അല്ലേ, ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളാണ്. സോ ഐ ഡിസൈഡ് ടു ഡു ദിസ്. അല്ലേ, അതുകൊണ്ട് ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു. ഇറ്റ് വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്. അല്ലേ, ഇത് വലിയൊരു കുറ്റമൊന്നുമല്ല. അതുകൊണ്ട് പ്ലീസ് മാഗി ഡോണ്ട് ക്രൈ. അതുകൊണ്ട് മാഗി നീ കരയണ്ട, ഞാൻ അത് ചെയ്യാം. Where is the ring? Let me take a good look at it this time. If I do not see anything, I shall do as you suggest. God forgive me if it is very wrong. മോതിരം എവിടെ? ഞാൻ അതിലേക്ക് നോക്കാം. അതിൽ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും നീ പറഞ്ഞതുപോലെ ഞാൻ പറയാം. ദൈവം നമുക്ക് പുറത്തു തരട്ടെ. അങ്ങനെ മാഗി ബ്രോഡ് മീ ദ റിങ്. മാഗി മോതിരവുമായി വന്നു. ഐ ടുക്ക് ഇറ്റ് ആൻഡ് സെഡ്. ഞാനത് എടുത്തു എന്നിട്ട് പറഞ്ഞു, സി ഇഫ് യുവർ മദർ ഈസ് എവേക്ക്. നിൻ്റെ അമ്മ ഉണർന്നിട്ടുണ്ടോ എന്ന് നോക്കി വാ. 15 minutes passed before the മാഗി കെയിം ബാക്ക്. 15 മിനിറ്റിന് ശേഷം തിരികെ വന്നിട്ട് അമ്മ എഴുന്നേറ്റു എന്നവൾ പറഞ്ഞു. മദർ ഈസ് എവേക്ക് ഷീ സെഡ്. ഐ ഹാവ് ടോൾഡ് ഹെർ യു ആർ ഹിയർ. നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മേ ഐ സീ ഹെർ നൗ. എനിക്കിപ്പോൾ അവരെ കാണാമോ? പ്ലീസ് കം. അല്ലേ, എന്നാൽ വരൂ. മാഗി എന്നെ അമ്മയുടെ അരികിലേക്ക് കൊണ്ടുചെന്നു. ഐ അപ്രോച്ച്ഡ് ദ മദേഴ്സ് ബെഡ് സൈഡ്. അല്ലേ, അമ്മയുടെ ബെഡിനരികിലേക്ക് ഞാൻ ചെന്നു. ദ റിംഗ് വാസ് ഇൻ മൈ ഹാൻഡ്. മോതിരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. വിഷിംഗ് ഹെർ എ ഗുഡ് മോർണിംഗ് ഐ സെഡ്, മിസ്സിസ് ക്ലിഫോർഡ്, യുവർ സൺ ഈസ് അലൈവ്, ഹി ഈസ് വെൽ. അവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം അവരുടെ മകൻ ജീവനോടെയുണ്ടെന്നും സുഖമായിരിക്കുന്നുണ്ടെന്നും ഞാൻ പറഞ്ഞു. ദ ഓൾഡ് വുമൺ റൈസ്ഡ് ഹെർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ പില്ലോ. ഇത് കേട്ടപ്പോൾ തലയിണയിൽ നിന്നും കുറച്ചൊന്ന് തല അവർ ഉയർത്തി നോക്കി. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? ഷീ ആസ്ക്ഡ്. നിങ്ങളതെല്ലാം ക്രിസ്റ്റലിൽ കണ്ടോ എന്ന് അവർ ചോദിച്ചു. യെസ് മിസ് ക്ലിഫോർഡ്, ഐ ആൻസേർഡ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. യാതൊരു മടിയും കൂടാതെ അവരുടെ മകനെ കണ്ടതായിട്ട് ഞാൻ പറഞ്ഞു. ഐ ഹാവ് സീൻ ഇറ്റ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഹെർ ഹെഡ് ഡ്രോപ്പ്ഡ് ബാക്ക്. ഇത് കേട്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായി. ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹെർ ഐസ്. ഷീ വിസ്പേർഡ് ഫെയിൻറ്റ്ലി. ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നും അവർ എന്നോട് പറഞ്ഞു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മിസ്സിസ് ക്ലിഫോർഡ് റിക്കവേർഡ് ഫ്രം ദെയർ ഇൽനെസ്. അവരുടെ അസുഖത്തിൽ നിന്നും അവർ മോചിതയായി. ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകളൊക്കെ നന്നായി ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് തന്നെ ക്ലാസ് കേൾക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, സൈഡ് ക്വസ്റ്റ്യൻസൊക്കെ ശ്രദ്ധിച്ച് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ടുഡേ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.